Myself Anisha from Tiju's Academy. So in the previous session we have discussed about map and its vocabulary. So in today's session we'll be discussing process chart overview and its relevant vocabs. So നമുക്കറിയാം പ്രോസസ് ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു പിക്ചോറിക്കൽ ഫോമാറ്റാണ്. അതിലെന്താണ് നമുക്കൊരു സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ്ങിൻ്റെ അതിൻ്റെ പ്രോസസ്സാണ് നമ്മൾ ഓരോ ആരോ വെച്ചിട്ട് നമുക്കിങ്ങനെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ വരും. അപ്പം പ്രോസസ് ഡിസ്ക്രിപ്ഷൻ മീൻസ് റൈറ്റിംഗ് അബൌട്ട് ഹൗ സംതിങ് ഈസ് മെയ്ഡ് ഓർ ഹൗ സംതിങ് ഹാപ്പൻസ് എന്നാണ്. സോ ബേസിക്കലി പ്രോസസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പം അതിനെ ഡീറ്റെയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ആ ഒരു സാധനം ഉണ്ടാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളതാണ്. സോ യു ക്യാൻ സീ ഇൻ ദ സ്ലൈഡ്. Process description means writing about how something is made or how something happens. Process description is usually written in passive voice. So passive voice-ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡീറ്റെയിൽസ് റൈറ്റ് ഡൗൺ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ സിമ്പിൾ പ്രസൻറ്റ് ആണ്. നമ്മൾ ഫുൾ ഫോമാറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ബിക്കോസ് ഏതൊരു സമയത്തും നമ്മളിത് മാനുഫാക്ചർ ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കുമ്പോഴും സെയിം പ്രോസസ്സ് തന്നെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ സിമ്പിൾ പ്രസൻറ്റ്. ലൈക്ക് പാസീവ് വോയിസ് എന്ന് പറയുമ്പം പാസീവ് വോയിസിൽ എങ്ങനെയാണ് എൻ്റെ ഫോമുലയെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വേർബ് ടു ബി ആം ഈസ് ഓർ ആർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. അപ്പം സബ്ജക്റ്റ് കാണും പ്ലസ് എന്താണ് ഒരു ഓക്സിലറി വേർബ്, ദെൻ പ്ലസ് ഈസ് ഓ ആം ഓർ ആർ ഏതാണോ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. അതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. പാസീവിനകത്ത് റൈറ്റ് ഡൗൺ ചെയ്യുമ്പം ഇതാണ് നമ്മുടെ ഫോമാറ്റ് എന്ന് പറയുന്നത്. യു ക്യാൻ സീ ഇൻ ദ സ്ലൈഡ്. സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വേർബ് ഈസ് ആം ആർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇറ്റ് ഈസ് ഓക്കെ. ഇപ്പം നമ്മളൊരു ബ്രിക്ക് പ്രൊഡക്ഷൻ്റെ ആണെങ്കിൽ ദ ക്ലേ ഈസ് യൂസ്ഡ് ടു മേക്ക് ദ ബ്രിക്സ് ഈസ് ഡക്കപ്പ് ഫ്രം ദ ഗ്രൗണ്ട്. കണ്ടോ? അപ്പം ഈസ് ഡക്കപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈസ് ഡക്ക്. ഈസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സിംഗുലർ ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈസ് വന്നത്. ഡക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു പാസ്റ്റ് ഫോമാണ്. സോ അതാണ് അല്ലെങ്കിൽ ഈസ് പ്രസൻറ്റഡ്. കണ്ടോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ ലൈക്ക് പാസീവ് വോയിസിൽ എഴുതുന്നത്. ആൻഡ് ഇത് ഈസ് യൂഷ്വലി ഇൻ സിമ്പിൾ പ്രസൻറ്റ് ആണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് സ്ലൈഡ്. സോ ദ വൊക്കാബ്സ് ഫോർ പ്രോസസ് ഡയഗ്രാം ആണ്. നമുക്ക് അറിയാം ഓരോ ഡയഗ്രാം അല്ലെങ്കിൽ ഓരോ ചാർട്ട് അല്ലെങ്കിൽ ഗ്രാഫ് നമ്മൾ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വൊക്കാബ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇൻ ദ പ്രീവിയസ് ലെസൺസ് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളിപ്പം കമ്പയർ ഗ്രാഫ് ആണെങ്കിൽ അതിന് അക്കോർഡിംഗ് ആയിട്ടുള്ള കുറേ വൊക്കാബ്സ് നമുക്ക് യൂസ് ചെയ്ത് റൈറ്റ് ഡൗൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചേഞ്ച് ആണെങ്കിൽ അതിനനുസരിച്ച്, ചേഞ്ച് ആണെങ്കിൽ ഇൻക്രീസ്, ഡിക്രീസ്, ഫ്ലക്ച്വേഷൻ, ആ ഒരു രീതിയിലുള്ള വൊക്കാബ്സ് അതിൻ്റെ സിനോണിയംസ് ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് കമ്പയർ, മീൻ വൈൽ, വൈൽ, വെയറാസ്, ആസ് ഒപ്പോസ് ടു, അങ്ങനത്തെ കുറേ വൊക്കാബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻ ദ കേസ് ഓഫ് പ്രോസസ് ഡയഗ്രാം നമുക്കറിയാം ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഇതാണ്, നെക്സ്റ്റ് സ്റ്റേജ് അടുത്തത് വേറൊരെണ്ണം, അങ്ങനെ ഓരോ സ്റ്റേജസ് അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്സ് ആയിരിക്കും നമ്മുടെ പിക്ചറിനകത്ത് തരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഫസ്റ്റ് സ്റ്റേജ്, മിഡിൽ സ്റ്റേജ്, ഫൈനൽ സ്റ്റേജ് എന്ന് മാത്രം നമ്മൾ യൂസ് ചെയ്യാതെ അതിനനുസരിച്ച് എന്താണ് അതിൻ്റെ വൊക്കാബ്സ് അല്ലെങ്കിൽ സിനോണിയംസ് നമ്മൾ യൂസ് ചെയ്യണം. സോ യു ക്യാൻ സീ ഇൻ ദ സ്ലൈഡ് ദാറ്റ് ഫസ്റ്റ് സ്റ്റേജിന് പകരം നമുക്ക് പറയാൻ പറ്റുന്നതാണ് ദ ഫസ്റ്റ് ചേഞ്ചിന് നമുക്ക് ആദ്യം തുടക്കത്തിൽ നമുക്ക് പറയാം ഫസ്റ്റ് സ്റ്റേജ് ഈസ് അല്ലെങ്കിൽ ദ പ്രോസസ് കമൻസസ് വിത്ത് ഇൻഷ്യലി എന്ന് പറയുമ്പം ഒരു കോമ ഇട്ട് വേണം നെക്സ്റ്റ് സെൻറ്റൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജ്. ഇങ്ങനെ ഫസ്റ്റ് ചേഞ്ചിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിനോട്ട് ചെയ്യാൻ പറ്റുന്ന വൊക്കാബ്സ് ആണ് ഇത് ഈ സ്ലൈഡിൽ നമ്മൾ ആദ്യത്തിനകത്ത് കാണാൻ പറ്റുന്നത്. ദ മിഡിൽ സ്റ്റേജ് അല്ലെങ്കിൽ നെക്സ്റ്റ് അല്ലെങ്കിൽ അടുത്ത ഒരു പ്രോസസ്സ് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യും, ഇതെല്ലാം എന്താണ് ലിങ്കിങ് വേർഡ്സ് ആണ്. അപ്പോൾ മിഡിൽ സ്റ്റേജിനെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് കുറേ സിനോണിയംസ് ആണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. യു ക്യാൻ സീ ഇൻ ദ സ്ലൈഡ്. ദ മിഡിൽ സ്റ്റേജിന് എന്താണ്, ദിസ് സ്റ്റെപ്പ് ഇൻവോൾവ്സ് അല്ലെങ്കിൽ next, afterwards, after this process, once this step is complete, after that, this next stage, after the completion of, the next step is as soon as, this results in, this is followed by. So നമുക്കൊരു ഫസ്റ്റിലൊരു സെൻറ്റൻസ് നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്തു. ഇപ്പം നമ്മൾ പറയുകയാണ് ഒരു
ബ്രിക്കിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താണ് ഡിഗ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ്, ഇപ്പം അതിലൊരു മെറ്റൽ ഗ്രിഡിനകത്തോട്ട് പ്ലേസ് ചെയ്യുകയാണ്. ദെൻ അപ്പം ക്ലേ നമ്മൾ ഡിഗ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഈ ക്ലേനെ നമ്മളൊരു മെറ്റൽ ഗ്രിഡിലോട്ട് വെക്കുന്നു. അപ്പം നമുക്കെങ്ങനെ മിഡിൽ സ്റ്റേജിനകത്തുള്ള ഇതിലൊരു ദെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ്, ദെൻ ദ ക്ലേ ഈസ് പ്ലേസ്ഡ് ഓൺ ടു എ മെറ്റൽ ഗ്രിഡ്, അല്ലെങ്കിൽ ആഫ്റ്റർവേർഡ്സ് ദ ക്ലേ ഈസ് പ്ലേസ്ഡ് ഓൺ ടു എ മെറ്റൽ ഗ്രിഡ്. അപ്പം ആഫ്റ്റർവേർഡ്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇങ്ങനെയുള്ള കുറേ വൊക്കാബ്സ് നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസിനെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇപ്പം ഫൈനൽ സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാം, ഫൈനലി അല്ലെങ്കിൽ സബ്സിക്വൻ്റ്ലി, ഇവൻച്വലി, അൾട്ടിമേറ്റ്ലി. ഫൈനലി ആണ്, ഓക്കെ. ഫൈനലി കോമ ഇട്ടിട്ട് ദെൻ ദ ബ്രിക്സ് ആർ പാക്ഡ് ആൻഡ് ഡെലിവേർഡ് ടു ദ ഡെസ്റ്റിനേഷൻ. അപ്പം ബ്രിക്സ് നമ്മൾ ഫുള്ളായിട്ട് ഓരോ പ്രോസസ്സ് നമ്മൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഫൈനലി നമുക്ക് ബ്രിക്സ് എന്തിനാണ് ഡെലിവറി ചെയ്യാൻ കൊണ്ടുപോവാണ് എന്ന് പറയുമ്പം നമുക്ക് ഫൈനലി അല്ലെങ്കിൽ സബ്സിക്വൻ്റ്ലി കോമ ദ ബ്രിക്സ് ആർ ദെൻ ആർ പാക്ഡ് ആൻഡ് ഡെലിവേർഡ് ടു ദെയർ ഡെസ്റ്റിനേഷൻസ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിനോട്ട് ചെയ്യാം. ഫൈനലി അല്ലെങ്കിൽ സബ്സിക്വൻ്റ്ലി, ഇവൻച്വലി, അൾട്ടിമേറ്റ്ലി എന്ന് പറഞ്ഞ് നമുക്കതിനെ ഡിനോട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് ക്ലിയറായി, ഫസ്റ്റ് സ്റ്റേജ് ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ഫസ്റ്റ് സ്റ്റേജിന് നമുക്ക് ലൈക്ക് ഫസ്റ്റ് ചേഞ്ചസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വൊക്കാബ്സ് ആണ് നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാൻ പറ്റുന്നത്. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ദ പ്രോസസ് കമൻസസ് വിത്ത് ഇനിഷ്യലി ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജ്. ഓക്കെ, അപ്പം ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ഇൻ ദി ഇനിഷ്യൽ സ്റ്റേജ് ദ ബ്രിക്സ് ആർ അല്ലെങ്കിൽ ദ ക്ലേ യൂസ് ടു മേക്ക് ദ ബ്രിക്ക് ഈസ് ഡക്ക് അപ്പ് ഫ്രം എ ഗ്രൗണ്ട് ബൈ യൂസിങ് എ ലാർജ് ഡിഗർ. അപ്പോൾ ഒരു ലാർജ് ഡിഗർ വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ്, ക്ലേ നമ്മൾ ഡക്കപ്പ് ചെയ്തെടുക്കുകയാണ്, ഡിഗ് ചെയ്തെടുക്കുകയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഏതെങ്കിലും വൊക്കാബ്സ് യൂസ് ചെയ്ത് അത് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ എന്താണ്, അതിനെ ഫോളോ ചെയ്തിട്ടുള്ള പ്രോസസ്സിനെ ദിസ് ഈസ് ഫോളോഡ് ബൈ, ദിസ് റിസൾട്ട്സ് ഇൻ, ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ digging, after the completion of the process digging, the clays are placed onto a metal grid. അങ്ങനെ നമുക്ക് ഇതിലേതെങ്കിലും ഒരു വൊക്കാബ് യൂസ് ചെയ്ത് അതിനെ കണക്ട് ചെയ്യാം. ഫൈനലി എഴുതുന്ന ലാസ്റ്റ് സ്റ്റെപ്പിന് നമുക്ക് എന്താണ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വൊക്കാബ്സ് ആണ് സബ്സിക്വൻ്റ്ലി, ഫൈനലി, ഇവൻച്വലി, അൾട്ടിമേറ്റ്ലി. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, നമുക്കറിയാം ഏത് ടാസ്കിൻ്റെ ആണെങ്കിലും, ടാസ്ക് 1ൻ്റെ ഏതൊരു ഗ്രാഫ് ആണെങ്കിലും, ഏത് പ്രോസസ് ചാർട്ട് അല്ലെങ്കിൽ മാപ്പ് അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ഏതിൻ്റെ ആണെങ്കിലും സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇൻട്രൊഡക്ഷൻ, ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2, ഓവറോൾ ആണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്യുക, റീഫ്രേസ് ചെയ്ത് എഴുതുക. അതിനോട് ഇപ്പം യൂണിറ്റ്സ്, ഇപ്പം ഇതിലും ഗ്രാഫ്സിനാണെങ്കിൽ യൂണിറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താ ചെയ്യുക, നിങ്ങൾ ദി യൂണിറ്റ്സ് ആർ മെൻഷൻഡ് അല്ലെങ്കിൽ എക്സ്പ്രസ്ഡ് ആസ് അല്ലെങ്കിൽ ഇൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ മില്യൺസ്, അങ്ങനെ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോട്ട് ചെയ്യണം, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിനകത്ത് നോട്ട് ചെയ്യണം. ഇനി ബോഡി പാരഗ്രാഫ് 1, 2 നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. സിമിലർ ആയിട്ടുള്ള കോണ്ടൻറ്റ് ആയിരിക്കണം ബോഡി പാരഗ്രാഫ് 1-ലുള്ളത്, ബാക്കി എക്സസ് വരുന്നതാണ് നമ്മൾ ബോഡി പാരഗ്രാഫ് 2-ൽ. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ എന്ത് ചെയ്യുകയാണ്, കൺക്ലൂഡ് ചെയ്യുകയാണ്. കൺക്ലൂഷൻ എപ്പോഴും എന്താണ്, 1 to 2 സെൻറ്റൻസ്, ഒരു 1 സെൻറ്റൻസിൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാൻ. അതിൻ്റെ ഓവറോൾ, ഇൻ ജനറൽ എന്നാണ്, അല്ലെങ്കിൽ ടു സം അപ്പ്, ഇങ്ങനെ കുറേ വൊക്കാബ്സ് ആണ് നമ്മൾ യൂഷ്വലി കൺക്ലൂഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ നമുക്കിപ്പം ഒരു പ്രോസസ് ചാർട്ട് എടുക്കാം, അതിൽ ജസ്റ്റ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് thoroughly. സോ ഇതിൻ്റെ അകത്ത് ഒരു ഷുഗറിൻ്റെ പ്രൊഡക്ഷനാണ് ഫ്രം ഷുഗർ കെയിൻ. അതാണ് നമ്മളിപ്പം ഈ ഒരു സ്ക്രീനിനകത്ത് നിങ്ങൾ കാണുന്നത്. ഇപ്പം എന്താണ്, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രോ ചെയ്യാണ്, ഷുഗർ കെയിൻസ് ഗ്രോ ചെയ്യണം. 12 to 18 months ആണ് ഷുഗർ കെയിൻസ് ഗ്രോ ചെയ്യാൻ എടുക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ ഇൻ ദ സ്ലൈഡ്. സോ ഷുഗർ കെയിൻസ് ആണിത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഹാർവസ്റ്റിംഗ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ക്രഷ്ഡ്, ദെൻ പ്യൂരിഫൈഡ് ജ്യൂസ് ചെയ്യുന്നു, ഇവാപ്രേറ്ററിൽ എന്താണ് ഇവാപ്രേറ്റ് ചെയ്യുന്നു, ലൈക്ക് എന്തിനു വേണ്ടിയാണ്, സിറപ്പ് ആക്കാൻ വേണ്ടി. ദെൻ സെൻട്രിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ അത് ഇൻവോൾവ് ആകുന്നു. ദെൻ ഇറ്റ് ഈസ് ഡ്രൈഡ്, അങ്ങനെ ഡ്രൈഡ് ആൻഡ് കൂൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഷുഗർ നമുക്ക് കിട്ടുന്നു. സോ ഈ ഒരു പ്രോസസ്സ് നമുക്ക് എങ്ങനെയാണ് റൈറ്റ് ഡൗൺ ചെയ്യുന്നത്, ഒരു പ്രോസസ് ചാർട്ടിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഇത് ഇത്രയും എവിടെയാണ് നടക്കുന്നത്, ഒരു അഗ്രികൾച്ചർ ബേസിസിലാണ്, അല്ലെങ്കിൽ എന്താണ്, ഫാമിംഗ് അല്ലേ ഇത് ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ ഫാമിങ്ങിനകത്ത് വരുന്നതാണ്. അപ്പം ഇത് മൂന്നും എവിടെയാണ്, നമുക്ക് ഒറ്റ ബോഡി പാരഗ്രാഫ് 1-ൽ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിയിൽ നടക്കുന്നതാണ്, മെഷീൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. സോ ഇത് ഇത്രയും ഒരു
ഇതിൽ ബാക്കി 3 to 7 സ്റ്റെപ്സ് എവിടെയാണ്? ഫാമിങ്, ഫാക്ടറിയിലാണ് നടക്കുന്നത്. സോ ഇത് ഫാക്ടറിയിൽ അല്ലെങ്കിൽ മെഷീൻസ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ആക്കാം? നമുക്ക് ബോഡി പാരഗ്രാഫ് 2-ലാക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏതൊക്കെയാണ് ഡിവൈഡ്, അപ്പം എങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നോക്കേണ്ടത്. പ്രോസസ് ഡയഗ്രം ആയതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റിലാണ് നമ്മൾ എഴുതേണ്ടത്. അതുപോലെ തന്നെ എന്താണ്, സിമ്പിൾ പ്രസൻറ്റും അതുപോലെ പാസീവ് വോയിസിലായിരിക്കണം നമ്മുടെ സെൻറ്റൻസ് വരേണ്ടത്. അപ്പം നമ്മൾ ആദ്യം എന്താണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് റീഫ്രേസ് ചെയ്യുകയാണ്. സോ നമുക്ക് ആദ്യം ബോഡി പാരഗ്രാഫ് 1 and 2 ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഓവറോൾ നമുക്ക് നോക്കാം. സോ ഇതിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ആദ്യം തന്നെ ഞാൻ ഗ്രൂപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നു. അഗ്രികൾച്ചറിൻ്റെ ബേസിസിലാണ്, ഫാമിങ്ങിൻ്റെ ബേസിസാണ് ആ 3 സ്റ്റെപ്സ് നടക്കുന്നത്. സോ ബോഡി പാരഗ്രാഫ് 1-ൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കത് മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ബോഡി പാരഗ്രാഫ് 2-ൽ ഫാക്ടറി അല്ലെങ്കിൽ മെഷീൻസിൻ്റെ യൂസ് അനുസരിച്ചാണ് ബാക്കിയുള്ള സ്റ്റെപ്സ് നടക്കുന്നത്. സോ നമുക്ക് ബോഡി പാരഗ്രാഫ് 2-ൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് സ്ലൈഡ്. ഡീറ്റെയിൽസ് അപ്പം ഡീറ്റെയിൽസ് ഓഫ് പാരഗ്രാഫ് 1-ൻ്റെ ആണ് നമുക്കിനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഈ 3 സ്റ്റെപ്സാണ് നമ്മൾ ബോഡി പാരഗ്രാഫ് 1-ൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ദ ഫസ്റ്റ് സ്റ്റേജസ് അല്ലെങ്കിൽ ഇനിഷ്യലി എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത വൊക്കാബ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഗ്രോ ചെയ്യുകയാണ്. നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഷുഗർ ക്രെയിൻസ് ഗ്രോ ചെയ്യുകയാണ്. ഇറ്റ് ഇസ് നോട്ട് ക്ലിയർ ദാറ്റ് മച്ച്. 12 to 18 months ആണ് ഷുഗർ കെയിൻ ആണ്. അപ്പം ഷുഗർ കെയിൻസ് അല്ല, ഷുഗർ കെയിൻ എന്ന് പറയണം. അപ്പം നമ്മളിപ്പോൾ എന്തിൽ നിന്നാണോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് എപ്പോഴും എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് എപ്പോഴും പ്ലൂറൽ ആയിരിക്കണം. അപ്പം ദ ഷുഗർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഷുഗർ കെയിൻസ് അല്ല, ഷുഗർ കെയിൻ. അപ്പം യു ഗ്രോ ദ ക്രോപ്പ് എന്താണ്, ഷുഗർ കെയിൻ. ദെൻ യു ഹാർവസ്റ്റ് ദ കെയിൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാർവസ്റ്റ് ചെയ്യുന്നത്. എവിടെ നിന്നാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത്, ഷുഗർ കെയിൻ ആണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ അത് സിംഗുലർ ഫോമിലായിരിക്കണം. അപ്പം ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഗ്രോ ഷുഗർ കെയിൻ. അപ്പോൾ ഷുഗർ കെയിൻ നമ്മൾ ഗ്രോ ചെയ്യുന്നു. ദെൻ ഇറ്റ് ടേക്സ് 12 to 18 months എന്ന് ഇവിടെ നമുക്ക് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ടേക്സ് അബൌട്ട് 12 to 18 months ഫോർ ഇറ്റ് ടു മെച്ചുവർ. അപ്പോൾ മെച്ചുവർ ആകാനാണ് 12 to 18 months. അത് നമുക്കറിയാം. 12 to 18 months ആണ് എന്ത് ചെയ്യുന്നത്, ഗ്രോ ചെയ്യുന്നത്. അത് ഫുള്ളി ഗ്രോ ആവുന്നത് എപ്പോഴാണ്, 12 to 18 ആണ്. അപ്പോൾ നമുക്ക് മെച്ചുവർ എന്ന് പറയാം. 12 to 18 months മെച്ചുവർ ആകുന്നു. ആഫ്റ്റർ അല്ലെങ്കിൽ ദെൻ, ഓക്കെ, ആഫ്റ്റർവേർഡ്സ് അങ്ങനെയുള്ള. അപ്പം ആഫ്റ്റർ ഇറ്റ് ഹാസ് ഫുള്ളി ഗ്രോൺ, കണ്ടോ, ഫുള്ളി ഗ്രോൺ ചെയ്യുന്നതാണ് ആ ഒരു പീരീഡാണ് 12 to 18 months. അത് ഫുള്ളി ഗ്രോൺ ചെയ്യുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഇറ്റ് ഈസ് ഹാർവസ്റ്റഡ്. അപ്പോൾ 2 മെത്തേഡ്സ് ആണ് ഇതിൽ നമുക്ക് യൂസ് ചെയ്യുന്നത്. ഒന്നെന്താണ് മെഷീൻസ് യൂസ് ചെയ്തും, ഒന്നെന്താണ് ഹ്യൂമൻ ലേബറും. അപ്പോൾ നമുക്ക് ഹ്യൂമൻ ലേബർ മെഷീൻസ് എന്ന് കാണിക്കുന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യുന്ന എഴുതി തരുന്നില്ല. നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അത് നോക്കി മനസ്സിലാക്കി എഴുതണം. അപ്പം ഇറ്റ് ഈസ് ഹാർവസ്റ്റഡ് ഏത് മാനുവലി ഓർ മെക്കാനിക്കലി. അപ്പം മാനുവലി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ. അപ്പം ഇറ്റ് ഈസ് ഹാർവസ്റ്റഡ് ബൈ ദ ഫാമേഴ്സ് അല്ലെങ്കിൽ ബൈ ദ ഹ്യൂമൻ ലേബർ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഓർ ഇറ്റ് ഈസ് യൂസ്ഡ് അല്ലെങ്കിൽ ബൈ യൂസിങ് മെഷീൻസ്. ഇറ്റ് ഈസ് ഹാർവസ്റ്റഡ് ഏതർ ബൈ യൂസിങ് മെഷീൻസ് ഓർ ഇറ്റ് ഈസ് ഹാർവസ്റ്റഡ് ബൈ ഫാമേഴ്സ്. അങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, എലാബറേറ്റ് ചെയ്ത് നമുക്ക് സെൻറ്റൻസ് എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് ഹാർവസ്റ്റഡ് ഏത് മാനുവലി അല്ലെങ്കിൽ ഓർ മെക്കാനിക്കലി എന്നും എഴുതാം. ദെൻ അടുത്ത സ്റ്റേജ് എന്താണ്, മാനുവലിനകത്ത് നിങ്ങൾക്കറിയാം ആദ്യം ലീഫ് കട്ട് ഡൗൺ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റെംസ് കട്ട് ഡൗൺ ചെയ്യുന്നത്. അതപ്പം നമുക്ക് വേണമെങ്കിൽ സ്പെസിഫിക്കലി ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി അങ്ങനെ നമുക്ക് ചെയ്യാം. ബാക്കി ഇതെന്താണ്, മെഷീൻസ് യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി ഫുള്ളായിട്ട് എന്ത് ചെയ്യുകയാണ്, കട്ട് ഡൗൺ ചെയ്യുകയാണ് ഏത്, ഷുഗർ കെയിൻസ്. അപ്പോൾ മാനുവൽ മെത്തേഡ് ഇൻവോൾവ്സ് ഫാമേഴ്സ് റിമൂവിങ് ദ ലീവ്സ് ഫസ്റ്റ് ആൻഡ് ദെൻ ചോപ്പിംഗ് ദ കെയിൻസ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്ത് എഴുതാൻ മതി, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് എഴുതി പോയാൽ മതി. അപ്പോൾ നമ്മുടെ എന്താണ് വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 150 to 180 വേർഡ്സ് ആണ്. അപ്പോൾ അതിൽ ജസ്റ്റ് അത്രയും നമുക്ക് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. 150 to 180 വേർഡ്സ് കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇച്ചിരൂടെ എലാബറേറ്റ് ചെയ്ത് വേണമെങ്കിൽ എഴുതാം. അതാണ് നമുക്കിപ്പം എഴുതിയേക്കുന്നത്. മാനുവൽ മെത്തേഡിൽ ഇൻവോൾവ് ചെയ്യുന്ന എന്താണ്, ഫാമേഴ്സ് റിമൂവിങ് ദ ലീവ്സ്. ആദ്യമേ ലീവ്സ് ആണ്, ഇവിടുത്തെ ലീവ്സ് നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കെയിൻസ് നമ്മൾ ചോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. വയൽ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ അതോടെ കമ്പയർ ചെയ്യുകയാണ്. അപ്പം ഹ്യൂമൻ ലേബർ ആകുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ മെഷീൻസ് ആകുമ്പോൾ എങ്ങനെ. അപ്പോൾ വയൽ അല്ലെങ്കിൽ മീൻ വയൽ ദ മെക്കനൈസ്ഡ് മെത്തേഡ് യൂസസ് മെഷീൻസ് ടു കട്ട് ഡൗൺ ദ കെയിൻസ് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാണ്, കെയിൻസ് ഡയറക്റ്റായിട്ട് കട്ട് ഡൗൺ ചെയ്യുകയാണ്. അപ്പം അതിൽ നമുക്ക് വയൽ അല്ലെങ്കിൽ മീൻ വയലൊക്കെ യൂസ് ചെയ്യാം.
ഓക്കെ, അവിടെ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ അത് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഹ്യൂമൻ ലേബർ ആകുമ്പം എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഡീറ്റെയിൽഡ് പാരഗ്രാഫ് 1 നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെയും ഫസ്റ്റ് 3 സ്റ്റെപ്സാണ് നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് ബോഡി പാരഗ്രാഫ് 1. അപ്പം നെക്സ്റ്റ് ബോഡി പാരഗ്രാഫ് എന്ന് പറയുന്നത് 2 ആണ്. അതിൽ ബാക്കി ഏതൊക്കെയാണ് വരുന്നത്? ബാക്കിയുള്ള 3 to 7 സ്റ്റെപ്സാണ് ഇതിൽ വരുന്നത്. അപ്പം എല്ലാം എവിടെയാണ്? മെഷീൻസ് യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പ്രൊഡക്ഷൻ ആ സ്റ്റെപ്പ് ഇൻവോൾവ് ചെയ്യുന്നത് മെഷീൻസ് യൂസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബോഡി പാരഗ്രാഫ് 2 അത് എഴുതുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം, ദ ഹാർവസ്റ്റഡ് കെയിൻസ് ആർ ദെൻ, കണ്ടോ, ആഫ്റ്റർ വേർഡ്സ് അല്ലെങ്കിൽ ദെൻ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് വേർഡ് ഹാർവസ്റ്റിംഗ്. അപ്പം ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ഹാർവസ്റ്റിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇറ്റ് ഈസ് ദെൻ ക്രഷ്ഡ് ഇൻ എ മിൽ ടു എക്സ്ട്രാക്ട് ജ്യൂസ്. അപ്പം ആഫ്റ്റർ ദ കംപ്ലീഷൻ നമുക്ക് വേണമെങ്കിൽ എഴുതാം. നമ്മുടെ ഇഷ്ടമുള്ള വൊക്കാബ്സ് യൂസ് ചെയ്യാം. ആ ഒരു നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള സ്ലൈഡിൽ നമ്മൾ മെൻഷൻ ചെയ്ത ഏതൊരു വൊക്കാബ് ആണെങ്കിലും യൂസ് ചെയ്യാം. അതിനനുസരിച്ച് വേണം നിങ്ങൾ സെൻറ്റൻസ് റൈറ്റ് ഡൗൺ ചെയ്യാൻ. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ഏതിൻ്റെ കംപ്ലീഷനാണ്? ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ഹാർവസ്റ്റിംഗ് നിങ്ങൾക്ക് എന്ത് പറയാം? ദ കെയിൻസ് ആർ ക്രഷ്ഡ് ഇൻ എ മിൽ ടു എക്സ്ട്രാക്ട് ദ ജ്യൂസ് എന്ന് പറയാം. വിച്ച് ഈസ് ലേറ്റർ ഓൺ പ്യൂരിഫൈഡ് യൂസിങ് എ ലൈംസ്റ്റോൺ ഫിൽറ്റർ. അപ്പോൾ ലൈംസ്റ്റോൺ ഫിൽറ്റർ എന്നാണ് ഇവിടെ നമുക്ക് എഴുതിയേക്കുന്നത്. അത് പ്യൂരിഫൈ ചെയ്യാണ്, ജ്യൂസ് പ്യൂരിഫൈ ചെയ്യാൻ ലൈംസ്റ്റോൺ ഫിൽറ്റർ യൂസ് ചെയ്ത് നമ്മൾ പ്യൂരിഫൈ ചെയ്യണം. അപ്പം നമുക്ക് എങ്ങനെ പറയാം? നെക്സ്റ്റ് അല്ലെങ്കിൽ ദെൻ, ആഫ്റ്റർ വേർഡ്സ് ഏതുള്ള ഏത് വൊക്കാബ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ദ പ്യൂരിഫൈഡ് ജ്യൂസ് ഈസ് ബോയിൽഡ് ഇൻ എ ഇവാപ്പറേറ്റർ. അപ്പോൾ ഒരു ഇവാപ്പറേറ്ററിൽ എന്ത് ചെയ്യുകയാണ്? ബോയിൽ ചെയ്യണം. ഇതാണ് ഇവാപ്പറേറ്റർ. ഇതിൽ എന്ത് ചെയ്യണം? ബോയിൽ ചെയ്യുക. എന്തിനു വേണ്ടിയാണ്? ജ്യൂസ് ബിക്കം സിറപ്പ്. അപ്പം സിറപ്പാകും, ജ്യൂസ് എന്താകും? സിറപ്പാകും. അപ്പോൾ അത് നമുക്ക് പറയാം, ദ സിറപ്പ് ഈസ് ദെൻ വിച്ച് കോൺസെൻട്രേറ്റ് ഇറ്റ് ഇൻ ടു എ സിറപ്പ്. അപ്പം സിറപ്പ് ആകുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുമല്ലേ, വാട്ടർ എന്ത് ചെയ്യാണ്? റിമൂവ് ചെയ്ത് ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആക്കുകയാണ്. അപ്പോൾ അത് കോൺസെൻട്രേറ്റഡ് ഇറ്റ് ഇൻ ടു എ സിറപ്പ്. അപ്പോൾ ഇതിനനുസരിച്ചുള്ള വൊക്കാബ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അകത്ത് ആഡ് ഓൺ ചെയ്യാം. അപ്പം സിറപ്പ് അപ്പോൾ റിമൂവ് ചെയ്യുകയാണ് വാട്ടർ. അപ്പം ഇച്ചിരൂടെ എലാബറേറ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. വേർഡ് കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ദ പ്യൂരിഫൈഡ് ജ്യൂസ് ഈസ് ബോയിൽഡ് ഇൻ എ ഇവാപ്പറേറ്റർ ടു റിമൂവ് വാട്ടർ. അപ്പോൾ വിച്ച് കോൺസെൻട്രേറ്റ് ഇറ്റ് ഇൻ ടു എ സിറപ്പ്. സിറപ്പായിട്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. സിറപ്പ് എന്താണ്? ഇനി സിറപ്പ് എന്താണ്? ഒരു സെൻട്രിഫ്യൂജ് സെപ്പറേറ്റ് ചെയ്യുന്നു ഷുഗർ ക്രിസ്റ്റൽ ഫ്രം സിറപ്പ്. സിറപ്പിൽ നിന്നും എന്ത് ചെയ്യുന്നതാണ്? ഷുഗർ സിറപ്പിൽ നിന്നും എന്താണ്? ക്രിസ്റ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് സെൻട്രിഫ്യൂജ്. അപ്പം ഒരു സെൻട്രിഫ്യൂജിനകത്ത് പോർ ചെയ്യുകയാണ്. അതെന്താണ്? ഒരു സ്പിൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആരോസ് കാണാൻ പറ്റും. അത് സ്പിൻ ചെയ്യുന്ന ഒരു മെഷീനാണ്. അപ്പം സെൻട്രിഫ്യൂജിനകത്ത് പോർ ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ്? അതിനെന്ത് ചെയ്യാണ്? സ്പിൻ ചെയ്തിട്ട് ഷുഗർ ക്രിസ്റ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഇതിൽ നിന്നും ഷുഗർ സിറപ്പിൽ നിന്നും. സോ അപ്പോൾ അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ദ സിറപ്പ് ഈസ് ദെൻ പോർഡ് ഇൻ ടു എ സെൻട്രിഫ്യൂജിൽ പോർ ചെയ്യുന്നു. അത് വേർ ഇറ്റ് ഈസ് സ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിന്നിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് സ്പൺ എന്ന് പറയുന്നത്. സ്പിൻ ചെയ്യുന്ന, അപ്പം നമ്മൾ പറഞ്ഞു പാസീവ് വോയിസിൽ വേണം നമ്മളിത് ചെയ്യാൻ, റൈറ്റ് ഡൗൺ ചെയ്യണം. അപ്പം വേർ ഇറ്റ് ഈസ് സ്പൺ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് സ്പൺ അറ്റ് ഹൈ സ്പീഡ്. അപ്പോൾ ഹൈ സ്പീഡിൽ സ്പൺ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഷുഗർ ക്രിസ്റ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട. വേർ ഇറ്റ് ഈസ് ഗോൺ ത്രൂ അല്ലെങ്കിൽ ഇറ്റ് ഈസ് പോർഡ് ഇൻ എ സെൻട്രിഫ്യൂജ് സോ സെപ്പറേറ്റ് ദ ഷുഗർ ക്രിസ്റ്റൽസ് ഫ്രം ദ സിറപ്പ്. അങ്ങനെയാണെങ്കിലും പറഞ്ഞാൽ മതി. ഇതെന്താണ്? വേർ ഇറ്റ് ഈസ് സ്പൺ അറ്റ് ഹൈ സ്പീഡ് ടു സെപ്പറേറ്റ് ദ ഷുഗർ ക്രിസ്റ്റൽസ്. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? നോട്ട് ചെയ്യാം, അല്ലെ റൈറ്റ് ഡൗൺ ചെയ്യാം ഫോർ ബെറ്റർ ബാൻഡ് സ്കോർ. സോ ലാസ്റ്റ് സ്റ്റെപ്പാണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത്? ഡ്രൈ ചെയ്ത് കൂൾ ചെയ്ത് എന്തെടുക്കുന്നത്? ഷുഗർ എടുക്കുന്നത്. അപ്പോൾ ഫൈനലി എന്ന് യൂസ് ചെയ്യാം, സബ്സിക്വൻ്റ്ലി, ഇവൻച്വലി എന്നൊക്കെ യൂസ് ചെയ്യാം. ഫൈനലി എന്ത് ചെയ്യാണ്? ദ ക്രിസ്റ്റൽസ് ആർ ഡ്രൈഡ് ആൻഡ് കൂൾഡ് ആൻഡ് ദ എൻഡ് പ്രോഡക്റ്റ് ഈസ് ഷുഗറാണ് നമ്മുടെ എൻഡ് പ്രോഡക്റ്റ്. ക്രിസ്റ്റൽസ് എന്ത് ചെയ്യുന്നു? ആദ്യമേ ഡ്രൈ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് എന്താണ്? കൂൾ ചെയ്യുന്നു ആൻഡ് കൂൾഡ് ആൻഡ് ദ എൻഡ് പ്രോഡക്റ്റ് ഈസ് ഷുഗർ. സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബാക്കി 3 to 7 സ്റ്റെപ്സാണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെയും എഴുതാം, അല്ലെങ്കിൽ എന്തൊക്കെയാണോ പിക്ചറിനകത്ത് തന്നിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എലാബറേറ്റ് ചെയ്ത് എഴുതാം. സോ ദിസ് ഈസ് ക്ലിയർ ഫോർ യു. അതാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് 2 നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു. ദ ഹാർവസ്റ്റഡ് കെയിൻസ് ആർ ദെൻ ക്രഷ്ഡ് ഇൻ എ മിൽ ടു എക്സ്ട്രാക്ട് ദ ജ്യൂസ് വിച്ച് ഈസ് ലേറ്റർ ഓൺ പ്യൂരിഫൈഡ് യൂസിങ് എ ലൈംസ്റ്റോൺ ഫിൽറ്റർ.
നെക്സ്റ്റ് അല്ലെങ്കിൽ ദെൻ ആഫ്റ്റർവേർഡ്സ് നമുക്ക് ഏത് വൊക്കാബ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ദ പ്യൂരിഫൈഡ് ജ്യൂസ് ഈസ് ബോയിൽഡ് ഇൻ ആൻ ഇവാപ്പറേറ്റർ ടു റിമൂവ് വാട്ടർ വിച്ച് കോൺസെൻട്രേറ്റ് ഇറ്റ് ഇൻടു സിറപ്പായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ദ സിറപ്പ് ഈസ് ദെൻ poured into a centrifuge where it is spun at high speed to separate the sugar crystal. Finally, the crystals are dried and cooled. The end product is sugar. So അത് കഴിഞ്ഞ് നമ്മൾ ഓവർവ്യൂ ഫുള്ളായിട്ടുള്ള ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഓവറോൾ എന്ന് പറയുന്ന ഓവറോൾ ടു സം അപ്പ് അല്ലെങ്കിൽ ഇൻ ജനറൽ ഇറ്റ് ഈസ് എ ലീനിയർ പ്രോസസ്സ്. ലീനിയർ പ്രോസസ്സ് എന്താണ്, ബിഗിനിങ്ങും എൻഡിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഓരോ ചേഞ്ചസ് ആഫ്റ്റർവേർഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് നമുക്ക് ലീനിയർ പ്രോസസ്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിനോട്ട് ചെയ്യാം. ഇറ്റ് ഈസ് എ ലീനിയർ പ്രോസസ്സ് കൺസിസ്റ്റിംഗ് ഓഫ് 4 മെയിൻ സ്റ്റേജസ്. അപ്പോൾ നമുക്ക് ബിഗിനിങ് എൻഡിങ് എന്ന് മാത്രമല്ലാതെ നമുക്ക് മെയിനായിട്ടുള്ള എന്താണ്, ഏത് സ്റ്റെപ്സ് ആണോ അത് നമുക്ക് എങ്ങനെ ചെയ്യാം, ഡിനോട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്, ഗ്രോ ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഹാർവസ്റ്റ് ചെയ്യുന്നു, ദെൻ ക്രഷിങ്, ദെൻ സെപ്പറേറ്റിംഗ് ആൻഡ് ഡ്രൈഡ്. അപ്പോൾ മെയിൻ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കൂടെ ബാൻഡ് സ്കോർ, നിങ്ങൾക്ക് ഹൈ ബാൻഡ് സ്കോർ കിട്ടണമെങ്കിൽ നമുക്കിന്ന് ജസ്റ്റ് എൻഡ് സ്റ്റാർട്ട് ആൻഡ് ബിഗിൻ അല്ലെങ്കിൽ ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് എന്ന് പറയാതെ മെയിൻ സ്റ്റേജസ് എന്ത് ചെയ്യാം, ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നോട്ട് ചെയ്യാം, നിങ്ങൾക്ക് റൈറ്റ് ഡൗൺ ചെയ്യാം. ഓവറോൾ ഇറ്റ് ഈസ് എ ലീനിയർ പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് 4 മെയിൻ സ്റ്റേജസ്: ഫാമിംഗ്, ക്രഷിംഗ്, സെപ്പറേറ്റിംഗ് ആൻഡ് ഡ്രൈയിങ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓവറോൾ നമുക്ക് എഴുതാം. അത് കഴിഞ്ഞ് ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞ പോലെ റീറൈറ്റ് അല്ലെങ്കിൽ റീഫ്രേസ് ചെയ്യുക നമ്മുടെ ഡയഗ്രാം ഡിസ്ക്രിപ്ഷൻ. ഇപ്പോൾ ഡയഗ്രത്തിനകത്ത് ഹൗ ഷുഗർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഷുഗർ കെയിൻ എന്ന് പറയുന്ന പോലെ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് നമുക്ക് ദ പ്രൊഡക്ഷൻ ഓഫ് ഷുഗർ ഫ്രം ഷുഗർ കെയിൻ അല്ലെങ്കിൽ ദ മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് ഷുഗർ ഫ്രം ഷുഗർ കെയിൻ. ഇത് ഇങ്ങനെ ദ ഡയഗ്രാം ഡിനോട്ട്സ് അല്ലെങ്കിൽ ഷോസ്, ഡെപ്പിക്സ്, പോർട്രേറ്റ്സ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സസിൽ നമ്മൾ ഇതിൻ്റെ വേരിയസ് ആയിട്ടുള്ള സിനോണിയംസ് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതിലേതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷൻ എഴുതാം. സോ ദിസ് ഈസ് അവർ ടുഡേസ് സെഷൻ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. സോ താങ്ക് യു.